ഹായ് ഫ്രണ്ട്സ്, ന്യൂഡിസ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറച്ച് കൂട്ടുകാർ കമൻറ്റുകളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, pH-ൻ്റെ അളവ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതും നമ്മൾ ഇതിനകത്ത് എയറേഷൻ സിസ്റ്റം എങ്ങനെ കൊടുക്കാമെന്നുള്ളത്, ഇവരുടെ ഭക്ഷണത്തിൻ്റെ രീതി എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഞാൻ വിശദീകരിച്ച് തരാനായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് മീനിൻ്റെ ഭക്ഷണങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഞാൻ ഈ തരത്തിലുള്ള മീനിൻ്റെ ഭക്ഷണങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂലേ. അപ്പോൾ ഇതാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഏറ്റവും ചെറുതിൻ്റെ അതിൻ്റെ മുകളിലാണ് എടുത്തിരിക്കുന്നത്. ഗോദ്രേജിൻ്റെ ഫാം ഫുഡാണ് ഞാൻ കൊടുക്കുന്നത്. കൈത്തീറ്റകൾ വേറെ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങൾ. ഇതുപോലെ ഞാൻ കുറേശ്ശെയാണ് ഞാൻ എടുത്ത് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഫാം ഫുഡാണ് എടുത്തിരിക്കുന്നത്, ഗോദ്രേജിൻ്റെ ഫാം ഫുഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഫാം ഫുഡ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറുതല്ല, പൊടി കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതിനേക്കാളും മുകളിലത്തെ തരത്തിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അത് ഇവർക്ക് ആദ്യമേ കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം മാത്രം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് ആഹാരം അവർക്ക്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നത്. അപ്പോൾ അത് ഇതുമായിട്ടും അത് കഴിച്ച് തീർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വീണ്ടും അടുത്ത ഇട്ട് കൊടുക്കുന്നത്. ഒരു പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിനകത്ത് അടിയിലേക്ക് പോയിട്ട് ഇവർ കഴിക്കാതെ മുകളിൽ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ അടിയിലോട്ട് പോയിട്ട് പിന്നെ അവസാനം അവർക്കത് അമോണിയം ഫോം ചെയ്ത് അതിൻ്റെ വിസർജ്യമൊക്കെ ആയിട്ട് കിടന്ന് അമോണിയം ഫോം ചെയ്ത് വരും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിച്ച് തീർന്നിട്ടാണ് വീണ്ടും അടുത്ത വർഷം. ഇപ്പോൾ വീണ്ടും ഞാൻ ഒരു വട്ടം ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. അത് അവർ പെട്ടെന്ന് കഴിച്ച് തീർന്നിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളില്ല, അതിൻ്റെ മുകളിലൊന്നും കിടപ്പില്ല. എല്ലാം ഞാനത് കൊടുത്തവർ നന്നായിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ട്. നമുക്കിതിന് രണ്ട് മീനെ പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം വെള്ളം ഒരു മുക്കാൽ ഭാഗത്തിന് മുകളിലിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെറിയ കോരി എടുക്കുന്ന വല പോലത്തെ ഉണ്ട്, അത് വെച്ച് നമ്മളൊന്ന് കോരി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും അടുത്ത് വരത്തില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അവർ വേടുന്ന നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കാണാമല്ലോ, കുറച്ച് ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ അവർ അപ്പോഴേ കഴിച്ച് തീർക്കും. അപ്പോൾ വേണമെങ്കിൽ വീണ്ടും വിശപ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അവർക്ക്. ഇപ്പം ഞാൻ 3 പ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ആഹാരം വാരിയിട്ട് വേസ്റ്റാക്കി അതിനകത്ത് അമോണിയം കൂട്ടേണ്ട കാര്യങ്ങളില്ല. ഇവർക്ക് ഈ ചെറിയ തരിയാണ് ഇവർക്ക് ഇഷ്ടം. അതായത് തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ഇടുന്നതിനേക്കാളും മുകളിലത്തെ തരിയാണ് ഞാൻ മേടിക്കുന്നത്. നിങ്ങളെ കണ്ടു കാണുമല്ലോ. ആ തരത്തിലുള്ള ഭക്ഷണമാണ് ഇവർക്ക് ഇഷ്ടം. ഞാൻ വേറെ ഒരു 3-4 തരം ഉണ്ട്, അത് ഞാൻ മേടിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇവർ കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ 1-2 കോരി എടുക്കാൻ നോക്കിയതാണ്. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. ഒരെണ്ണം എങ്ങനെയെങ്കിലും കൈ കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്, എത്ര സൈസായിട്ടാണ് നോക്കാം. ഭയങ്കര അഹങ്കാരികളാണ് അവർ. കാര്യം നമ്മൾ പിടിച്ചെടുക്കാൻ ചിലപ്പോൾ അതിൻ്റെ മുതുകത്തെ മുള്ള് ഇങ്ങനെ വിടർത്തി വയ്ക്കും നമ്മളെ പുറത്ത് കുത്തിത്തരാൻ വേണ്ടിയിട്ടത്. എൻ്റെ ചാടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഇനി എയറേഷനെ കുറിച്ച് പറഞ്ഞു തരാം. ഞാൻ എയറേഷൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേലിയാസ് അക്കോ 318 എന്നുള്ളൊരു കമ്പനിയുടെയാണ് ഞാൻ മേടിച്ചത്. ഹേലിയാസ് എന്നുള്ള കമ്പനിയുടെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ചൈനയുടെ സാധനങ്ങളാണ് ഇതെല്ലാം. ഈ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ചൈനയുടെയാണ്. ഇതാണ് നമ്മളുടെ എയറേഷൻ സിസ്റ്റം. ഇതിൻ്റെ വില വെച്ച് കഴിഞ്ഞാൽ ഒരു 1350-1400 രൂപ ആ റേഞ്ചേ ഉള്ളൂ. പിന്നെ ഇതിന് വാട്ട്സ് വെച്ചാൽ 45 വാട്ട്സാണ്. 70 ലിറ്റർ പെർ മിനിറ്റ് കപ്പാസിറ്റി ഉണ്ട് ഇതിന്. ISO മാർക്കൊക്കെ ഇതിനകത്തുണ്ട്. 45 വാട്ട്സിൻ്റെയാണിത്. ഞാനിത് മുമ്പിൽ 24 അവേഴ്സ് ഇട്ടേക്ക് വരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ എടുത്തില്ല. ഒരു 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 മണിക്കൂർ ഓഫാക്കി വയ്ക്കും. വീണ്ടും ഒരു എപ്പോഴെങ്കിലും 2 മണിക്കൂർ ഇട്ട് കൊടുക്കും. അതിൻ്റെ ആവശ്യമുള്ളൂ ഇവർക്ക്. കാര്യം നമ്മൾ ഡെൻസിറ്റി കൂടുതലായിട്ട് കിടക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടി നമ്മൾ കുറച്ച് സ്പേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എയറേഷൻ ഒത്തിരി നേരം ഓണാക്കി ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എയറേഷൻ ഓണാക്കി ഇട്ട് കൊടുത്തതിനുള്ള ഗുണമെന്ന് വെച്ചാൽ മീൻ നല്ല വളർച്ച പെട്ടെന്നുണ്ടാവും. പെട്ടെന്ന് അവർ വളർന്ന് കിട്ടും. അതായത് ഓക്സിജൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് നല്ല വളർച്ച ഉണ്ടാവും ഇവർക്ക്. ഇപ്പോൾ നമ്മൾ എയറേഷൻ സിസ്റ്റം ഇതാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് അതിൻ്റെ ട്യൂബ്, നല്ല കട്ടിയുള്ള ട്യൂബാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എലിയ മറ്റുള്ള ഇതൊക്കെ ഒന്ന് കടിച്ച് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ള സൈസ് ട്യൂബാണ് ഞാൻ വാങ്ങിച്ച് ഇതിലിട്ടിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ ബാക്കിലൊരു ഇതുണ്ട്, പിന്നുണ്ട്, അതിലൂടെ ഘടിപ്പിച്ച് കൊടുത്തിട്ടാണ് ഇതിനകത്തോടെ ഞാൻ കടത്തി വിട്ടിരിക്കുന്നത്. നമ്മൾ ഈ മേടിച്ചിരിക്കുന്ന എയറേഷത്തിന് വലിയ വിലയൊന്നും വരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഇത് 3 വർഷത്തോളം ആവാറായി ഞാനിത് മേടിച്ചിട്ടിട്ട്. 6-7 വർഷത്തോളമൊക്കെ ഇരിക്കും, കുഴപ്പമില്ല, പോവും. പിന്നെ ചൈനയുടെ സാധനം അറിയാമല്ലോ, കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മീനിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഏത് കടയിൽ ചെന്ന് മേടിച്ചാലും ആ മേടിച്ച് കടയിൽ നിന്ന് പുറത്ത് ബില്ല് കൊണ്ട് വന്നു കഴിഞ്ഞാൽ കേടായി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരതിൻ്റെ പൈസ തരത്തില്ല. അവർക്ക് അതുമായിട്ട് പിന്നെ ഒരു ബന്ധമില്ല. അവർ പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്ന സാധനങ്ങളെല്ലാം. എന്തായാലും ഇത് 3 വർഷം മുകളോട്ടായി, ഇതുമായിട്ട് ഇതിന് കേടൊന്നും വന്നിട്ടില്ല, കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാനിത് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന ഈ ട്യൂബ് നിങ്ങളെ അടുത്തൊന്ന് കാണിക്കാം. ഞാൻ ഇത്തിരി പാടാണ് അത് എടുക്കാനായിട്ട്, കാര്യം വെള്ളം ഞാൻ എന്തായാലും ഒരു പൈപ്പ് വെച്ച് നീക്കി എടുത്ത് നോക്കാം, നിങ്ങളത് കാണിച്ചു തരാതെ. നമുക്ക് ഈ ഒരു ട്യൂബിൽ കൂടെ തന്നെ നമുക്ക് ഒത്തിരി കണക്ഷൻ നമുക്കതിൽ കൊടുക്കാൻ പറ്റും. അടുത്തടുത്ത് വേറെ ടാങ്കുകളുണ്ടെങ്കിൽ നമുക്കതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. ഇത്തിരി പാടാണ്. അതിനകത്ത് ഞാനൊരു കല്ല് കെട്ടിയാണ് നിർത്തിക്കുന്നത്. കണ്ട, ഇതാണ് നമ്മളെ എയറേഷൻ്റെ സിസ്റ്റത്തിനകത്തുള്ള ട്യൂബുകൾ. ഇതാണ് അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു 6 നമുക്ക് സപ്ലൈ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും, വേറെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരെണ്ണം മാത്രം ഇട്ടാലും മതി, അതിനകത്തുള്ള എയർ കറക്റ്റ് വരും. അപ്പോൾ അത് അങ്ങനത്തെ ആ സൈസിലാണ് ഞാനത് വാങ്ങിച്ചിരിക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്ന് പായലൊക്കെ കയറി കിടക്കുക പൊങ്ങി മുകളിൽ വരാതിരിക്കാനാണ് ഞാനൊരു കല്ല് കെട്ടി വെച്ചിരിക്കുന്നതിനകത്ത്. അങ്ങനെ ഇട്ടിരുന്നാൽ അത് അങ്ങനെ അടിയിൽ തന്നെ കിടക്കും, അപ്പോൾ നല്ലതായിട്ട് ബബിൾ ചെയ്ത് വരും. പായൽ കണ്ടാൽ നന്നായിട്ട് പായൽ പിടിച്ചിരിപ്പുണ്ട് അതിൽ. എന്നും പറഞ്ഞ് എൻ്റെ വെള്ളത്തിൽ അമോണിയത്തിൻ്റെ അളവ് കൂടുതലൊന്നുമില്ല. ഞാനത് കറക്റ്റായിട്ട് അതെല്ലാം നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ കമൻറ്റിൽ കുറച്ച് കൊച്ചുങ്ങൾ ചോദിച്ചിരുന്നു എയറേഷൻ എങ്ങനെ വെച്ച് ഏത് കമ്പനിയുടെ എയറേഷനാണ് മേടിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഒരു വീഡിയോ തയ്യാറാക്കാൻ നോക്കിയത്. ഹേലിയാസ് എന്ന കമ്പനിയാണ്, എക്കോ 318 എന്നാണ് ഈ ഞാൻ മേടിച്ച എയറേഷൻ പമ്പിൻ്റെ കമ്പനിയുടെ പേര്. അത് വാട്ട്സ് 45 ആണ് വാട്ട്സ് പറഞ്ഞിരിക്കുന്നത്. 70 ലിറ്റർ പെർ മിനിറ്റ് കപ്പാസിറ്റി ഉണ്ട് അതിന്. ISO മാർക്ക് കൊള്ളയാണ്. കുഴപ്പമില്ല, ഈ കമ്പനി നല്ല കമ്പനിയാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പമ്പൊക്കെ കിട്ടും. പിന്നെ ഞാൻ ഫിൽറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാം. ഇനി കാര്യം ഞാൻ ഇതിൽ ഫിൽറ്ററിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ വെള്ളം നന്നായിട്ട് നമുക്ക് ശരിയായി കിട്ടുമായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക്. മീൻ നിറച്ച് ഇപ്പം ഞാൻ മഴ പെയ്തപ്പം ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു, ഇതിനകത്ത് നിറഞ്ഞ് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ വെള്ളം അടിച്ച് കളഞ്ഞ കാര്യം. എന്നിട്ട് ഞാൻ പിന്നീട് കാര്യം ഈ നമ്മളെ മഴവെള്ളം കൂടെ വീഴുമ്പോഴത്തേക്ക് pHൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടിച്ച് കളഞ്ഞായിരുന്നു. ഇങ്ങനെ നമ്മൾ ബബിൾ ചെയ്ത് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഈ എയറേഷൻ കൊടുത്തിട്ടുന്ന മീൻ പെട്ടെന്ന് വളർന്ന് കിട്ടും, നല്ലതായിട്ട് വളരും പെട്ടെന്ന്. അവർക്ക് നല്ലതാണ്, ഓക്സിജൻ്റെ അളവ് നന്നായിട്ട് കൂടും. ഇതാണ് നമ്മളുടെ ടാങ്കിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ, ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞു തരാൻ അറിയത്തില്ലെന്നല്ല, ആദ്യമായിട്ട് തുടങ്ങിയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് ഇനിയിപ്പം നമ്മൾ pHൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എടുക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ pHൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. pH കൂടിയാലുള്ള ഗുണം എങ്ങനെയെന്നുള്ളതും pH കുറഞ്ഞാലുള്ള കുഴപ്പത്തെക്കുറിച്ചുമൊക്കെ, pH കുറഞ്ഞാലുള്ള കാരണങ്ങളും pH കൂടിയാലുള്ള കാരണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മൾ pHനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ടാണ് നോക്കുന്നത്. നിങ്ങളത് ഈ കമ്പനിയുടെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ട്യൂബും കൂടെ കിട്ടും, നമുക്കത് പ്രത്യേകിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും pHൻ്റെ അളവ് നോക്കാനായിട്ട്. ഇൻഡിക്രോം എന്നൊരു കമ്പനിയുടെയാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ. അതായത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ്റെ പേര്. ഈ സൊല്യൂഷൻ വെച്ചാണ് ഞാനിത്, ഈ കെമിക്കലാണിത്, ഇത് വെച്ചിട്ടാണ് ഞാനിത് ഈ pHൻ്റെ അളവ് നോക്കുന്നത്. ഈ ട്യൂബും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരു പകുതി വെള്ളം എടുത്തിട്ട് നമുക്ക് അതിനകത്തൊരു 3 തുള്ളിയോളം ഒഴിച്ചാൽ മതി. ഇത് ഞാൻ എൻ്റെ കിണറ്റിലെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നത് കിണറിലെ വെള്ളമാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഒഴിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ആദ്യമേ കിണറിലെ വെള്ളത്തിൻ്റെ pH ഒന്ന് കാണിച്ചു തരാം. കിണറിലെ വെള്ളത്തിന് മിക്കപ്പോഴും നമ്മൾ ഒഴിക്കുമ്പോൾ 6.5 ആയിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ 6 കാണിക്കുള്ളൂ. നമ്മളൊരു 3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി അതിനകത്ത്. ഇതിപ്പോൾ നമ്മളെ കിണറിലെ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് നിങ്ങളെ കാണിക്കുന്നത്. ഇത് കെമിക്കലൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് കിട്ടും, നമ്മൾ ചോദിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഈ അക്വേറിയത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ഇല്ലാതെ നമുക്ക് ഈ pHൻ്റെ ഇതിലത്തെ സൊല്യൂഷൻ ഇല്ലാതെ വേറെ ഒരു
വേറെ സൈസ് സൊല്യൂഷനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിലും മേടിച്ച് ആഡ് ചെയ്യാം. അത് പേപ്പർ പോലെ ഇരിക്കും. നമ്മളത് വെള്ളത്തിൽ ഇട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പം അത് അറിയാൻ പറ്റും. ഇൻഡിക്രോമാണ് ഈ കമ്പനിയുടെ പേര്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം നമ്മൾ കിണറിൽ നിന്ന് എടുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. കിണറിലെ വെള്ളമാണ് ഈ ട്യൂബിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ട്യൂബ് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനകത്ത് നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്കൊരു നല്ലൊരു ഗ്ലാസ്, കണ്ണാടി ഗ്ലാസ്, അതേ കുപ്പി ഗ്ലാസ് ഒരെണ്ണം എടുത്തിട്ട് അതിലൊരു കാൽഭാഗം വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് pHൻ്റെ അളവ് നോക്കുന്ന ലെവൽ കാണിച്ചിരിക്കുന്നത്. വാട്ടർ ലെവൽ എങ്ങനെ വരണമെന്നുള്ള കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഈ കിണറിലെ വെള്ളം നമുക്കൊരു ട്യൂബിലോട്ട് കുറച്ച് ഒഴിക്കാം. ഇതിൽ നിന്നുള്ള 3 ഡ്രോപ്പായിട്ട്, അതായത് ഇതിനകത്ത് നമ്മൾ ഒഴിക്കാൻ 3 ഡ്രോപ്പായിട്ട് തന്നെ വീഴും. അത് 100 ml ഞാൻ മേടിച്ചത്. ഇൻഡിക്രോം എന്നുള്ള കമ്പനിയാണിത്. ഇതിൽ നിന്നൊരു 3 ഡ്രോപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സാധാ കിണറിലെ വെള്ളമാണിത്. ഇതിൻ്റെ അളവ് ഇപ്പോൾ കറക്റ്റ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. 6 പോയിൻ്റ് വരുന്നുള്ളൂ. അത്രയ്ക്കുള്ള കളറേ ആയിട്ടുള്ളൂ. 6 പോയിൻറ്റിന് കുറച്ച് മുകളിലോട്ടുണ്ട്. 6.5 ആയിട്ടില്ല. 6 ഉള്ളത്. 6 ശകലം കൂടെ വരുന്നുള്ളൂ. അപ്പോൾ കിണറിലെ വെള്ളത്തിൻ്റെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിപ്പോൾ ഞാൻ ക്ലോറിൻ കലർന്ന വെള്ളം, അതായത് നമ്മളെ റോഡിലെ പൈപ്പിലെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ pHൻ്റെ അളവൂടെ ഞാൻ കാണിച്ചു തരാം. അതിൽ ക്ലോറിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തും ചിലപ്പം ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 6.5 പോയിൻ്റൊക്കെ കാണിക്കും, 6.5 ഒക്കെ കാണിക്കും. അതിലൊരു 3 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. കാര്യം ഇതിൽ ക്ലോറിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇതൊന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ, ഈ വെള്ളമെടുത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. നന്നായിട്ട് അതും ഒന്ന് ഷേക്ക് ചെയ്യണം. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നേ. അതായത് ക്ലോറിൻ കലർന്ന വെള്ളത്തിൻ്റെ അളവാണിത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഞാൻ ഒരു സൈഡിലോട്ട് വെച്ച് കാണിക്കാം. കാര്യം ഒരു വൈറ്റ് കളറിൻ്റെ ഒരു ഭിത്തിയുടെ സൈഡിൽ വെച്ച് കാണിക്കാൻ, അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് 6.5 മുകളിലോട്ടുണ്ട്. അത് 7 ആയിട്ടില്ല. അതായത് റോഡിലെ വെള്ളത്തിൻ്റെയാണിത്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയുന്നത് 6.5 മുകളിലോട്ടുണ്ട്. ഇത് 7 ആയിട്ടില്ല. ആ രീതിക്കുള്ള കളറാണ് കാണിക്കുന്നത്. ഇതാണ് ക്ലോറിൻ കലർന്ന റോഡിലെ പൈപ്പിലെ വെള്ളത്തിൻ്റെ pHൻ്റെ ലെവല്. നമുക്ക് ഈ റോഡിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമ്മളുടെ കിണറിൽ ടാങ്കിൽ, അതായത് ഇത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പോണ്ടിനകത്തുള്ള കുളത്തിലെ വെള്ളം നമുക്ക് എടുത്തുനിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് വാട്ടർ ലെവലിൽ കുറച്ച് വ്യത്യാസം വരും, വേരിയേഷൻ ഉണ്ടാവും. കാര്യം റെയിൻ വാട്ടർ വീഴുമ്പോഴത്തേക്ക് അതിൻ്റെ pHൻ്റെ അളവ് കുറഞ്ഞിരിക്കത്തേ ഉള്ളൂ, കൂടത്തില്ല. അത് 2-3 ദിവസം കഴിയുമ്പോഴേ pH കറക്റ്റ് ലെവലാവത്തുള്ളൂ. ഇപ്പോൾ നമ്മളെ കുളത്തിൽ നിന്ന് കോരിയ വെള്ളത്തിൻ്റെയാണ് ഈ അളവാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ അളവിങ്ങനെ ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം pH കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം, കിണറിലെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പം pHൻ്റെ അളവ് കുറയും, കറക്റ്റ് ബാലൻസ് ആവും. അപ്പോൾ അതുമായിട്ടുള്ള കളർ നമുക്കൊന്ന് പറഞ്ഞു തരാം കറക്റ്റായിട്ട്. ഇത് 7 പോയിൻ്റ് ഉണ്ട്. ഇപ്പം ഇത് കറക്റ്റ് pHൻ്റെ അളവ് 7 പോയിൻ്റ് ഉണ്ട്. കറക്റ്റ് pHൻ്റെ അളവുണ്ട്. നമ്മളിപ്പോൾ സിലോപ്പിക്കൊക്കെ കിടക്കുമ്പോൾ നമുക്ക് 7.5 ആയാലും നമുക്ക് കുഴപ്പമില്ല, മീനൊന്നും ചത്തുപോകത്തൊന്നുമില്ല. മാക്സിമം ഇത് കറക്റ്റ് ചെയ്ത് വരാനുള്ള pHൻ്റെ അളവ് വെച്ചാൽ 7 ആണ് വേണ്ടുന്നത്. അത് 7.5 ഉണ്ടെങ്കിലും 7 മുകളിലോട്ട് ശകലം ആയെന്നും പറയും കുഴപ്പമൊന്നുമില്ല, മീൻ ചത്തുപോകത്തില്ല. അതിൽ മുകളിലോട്ട് ആവാതിരുന്നാൽ മതി. അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ പിന്നെ അമോണിയൊക്കെ കൂടുതലായിരിക്കും അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം പോകേണ്ട മീനിൻ്റെ. ഇപ്പോൾ അടുപ്പിച്ച് 3-4 ദിവസം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും വെള്ളം കുറച്ച് അതിലോട്ട് കയറിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ കിടന്ന വെള്ളത്തിൻ്റെ പി എച്ചും ഇതുമായിട്ടുള്ള വ്യത്യാസമാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പം മഴവെള്ളം കുറച്ച് വീണിട്ടും കറക്റ്റ് 7 എടുത്തിട്ടുണ്ട്. നമ്മൾ 7 ഉണ്ട് കറക്റ്റായിട്ടത്. കാര്യം എൻ്റെ വെള്ളത്തിനകത്ത് പി എച്ചിൻ്റെ അളവ് കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോഴത്തേക്കും വെള്ളം കൊണ്ട് വീണപ്പോഴും അത് 2 ദിവസം ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് 7 ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഇപ്പോൾ ഏത് വെള്ളം നമ്മളിപ്പം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഇപ്പം നമുക്കിപ്പം കുറച്ച് പി എച്ച് കൂടിപ്പോയി വെള്ളത്തിനകത്ത്. പി എച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പുതിയ വെള്ളം നമുക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് പി എച്ചിൻ്റെ അളവ് കറക്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കും. അതല്ലേ ചിലരുടെ കിണറ്റിലെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പി എച്ച് കറക്റ്റ് ആവത്തില്ല. ആവാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കയുണ്ടല്ലോ, നമ്മൾ ആറിൻ്റെ ഭാഗത്തുള്ള കക്കകൾ മേടിച്ചിട്ട് അല്ലെങ്കിൽ ശകലം കുമ്മായം നമ്മളൊരു ഇതിൽ കെട്ടിയിട്ട് കൊടുത്താലും മതി, ഒരു കിഴി കെട്ടിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അത് 2 ദിവസം കഴിയുമ്പോൾ എടുത്തൊക്കെ മാറ്റിയാൽ മതി. കാര്യം അപ്പോഴേ പി എച്ചിൻ്റെ അളവ് കറക്റ്റ് അതിനകത്തായിരിക്കും. അങ്ങനെ വേണം നിങ്ങളത് ബാലൻസ് ചെയ്യാനുള്ളത്. പി എച്ച് കൂടിപ്പോയി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം 7.5 മുകളിലോട്ടൊക്കെ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മീൻ ചത്തുപോകും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഒരു മാർഗ്ഗമുണ്ട്. ഏതെങ്കിലും ഒരു ആസിഡ് മീൻസ് വെച്ച് കഴിഞ്ഞാൽ ഇവർ മീൻ ചത്തുപോകുന്ന ആസിഡ് അല്ല പറഞ്ഞത്. നമുക്ക് വിനാഗിരിയിൽ വലിയതായിട്ട് ഒരുപാട് ആസിഡ് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ വിനാഗിരി വേണമെങ്കിൽ നമുക്കൊരു എത്ര കുളത്തിലെ വെള്ളത്തിൻ്റെ അളവനുസരിച്ചാണ് 4 ടാങ്ക് വെള്ളമോ അല്ലെങ്കിൽ 2000 ലിറ്റർ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ അതിന് അടപ്പിനാണ് ഒരു 3-4 അടപ്പ് നമ്മൾ അതിനകത്ത് വിനാഗിരി വെള്ളം നമ്മളതിനകത്ത് വിനാഗിരി അതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആകും. പി എച്ചിൻ്റെ അളവ് കൂടിപ്പോയത് ബാലൻസ് ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീര്, ഒരു 2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞതിൽ ഒഴിച്ചിട്ട് കൊടുത്താലും മതി. അതും ഒരു ആസിഡിറ്റി പവറുള്ളതാണ്. എപ്പോഴും ഒരു ആസിഡിറ്റി പവർ അതിനകത്ത് വരുന്നുണ്ട്. അത് കൺട്രോൾ ആയിക്കോളും, പി എച്ച് കൂടുന്നത് ലെവലായിക്കോളും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിനാഗിരി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പി എച്ചിൻ്റെ അളവ് കറക്റ്റ് ബാലൻസ് ആയിട്ട് വരും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കക്ക, ഈ കടപ്പുറത്ത് ആറ്റിൻ്റെ അടുത്തുള്ള കക്കകൾ എടുത്തുകൊണ്ട് പറക്കി കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് നിങ്ങൾക്കൊരു കിഴി കെട്ടി അതിൽ ഇട്ടുന്നാലും മതി. അല്ലെങ്കിൽ കുമ്മായം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളൊരു കിഴി കെട്ടിയിട്ട് അതിലിട്ടിരുന്നാൽ മതി. എന്നിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിയാൽ മതി. അപ്പോഴത്തെ പി എച്ചിൻ്റെ അളവ് കറക്റ്റായിരിക്കും. പി എച്ച് കൂടി കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോയാലാണ് നമ്മളത് കിഴിയൊക്കെ കെട്ടിയിട്ട് കുമ്മായൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാനുള്ളത്. ഒത്തിരിയും വേണ്ട, ഒരു ശകലം ഒരു 2-3 സ്പൂൺ എടുത്തിട്ട് ഒരു കിഴി കെട്ടിയിട്ട് അതിലിട്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കക്ക കൊണ്ടുവന്നിട്ട് ഒരു കിഴി കെട്ടിയിട്ട് അതിലിട്ടിരുന്നാൽ മതി. അപ്പോൾ പി എച്ചിൻ്റെ അളവ് കൂടി കിട്ടും. പി എച്ച് ഒരുപാട് കൂടിക്കഴിഞ്ഞാലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ബാലൻസ് ചെയ്യാതെ കറക്റ്റായിട്ട്. ഒത്തിരിയൊന്നും മാറി ഒഴിച്ച് കളയരുത്, കുറച്ചേ ഒഴിക്കാവുള്ളൂ. ഒഴിച്ച് നോക്കണം, അപ്പോഴത്തേക്ക് ബാലൻസ് ആവുന്നുണ്ടോ നോക്കണം. അതല്ലെങ്കിൽ 2 നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് അതിലിട്ടിട്ട് ആ നാരങ്ങയുടെ തോടും കൂടെ ഇട്ടുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിലിട്ടുന്നാലും കുഴപ്പമില്ല. അപ്പോഴത് പി എച്ചിൻ്റെ അളവ് കറക്റ്റ് ബാലൻസായി കിട്ടും നിങ്ങൾക്ക്. പിന്നീട് നമുക്കിപ്പം കുറച്ച് ഇതിനകത്തുള്ള സ്ലറി, അതായത് ഇതിനകത്തുള്ള വേസ്റ്റുകൾ, ഇതിൻ്റെ വിസർജ്യവും ഈ അമോണിയം ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേസ്റ്റുകളുണ്ടാവും, അത് നമുക്കൊന്ന് എടുത്ത് കളയാം. അത് കുറച്ച് കാണിച്ചിട്ട് നമ്മളൊരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗത്തോളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരേ അളവിൽ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടപ്പിനകത്ത് നമ്മൾ കുറച്ച് എന്തെങ്കിലും വെച്ച് ഉരുക്കി മാറ്റിയിട്ട് ഈ ഒരു പൈപ്പ് നമുക്ക് ട്യൂബ് നമ്മൾ ഓസിനുണ്ടല്ലോ, ഓസിൻ്റെ അറ്റം കയറുന്ന രീതിയിലാക്കി വെക്കണം. ഇതിലത് കടിപ്പിക്കുന്ന രീതിയിലാക്കി വെക്കണം. ഞാനിപ്പം ഇതേപോലത്തെ ഓസായിരിക്കണം. നമ്മളതിപ്പോൾ ഞാൻ പൈപ്പിൽ കൊണ്ട് ഒരറ്റം കണക്ട് ചെയ്യണം അതിനകത്ത്. അതായത് മോട്ടറില്ലെങ്കിൽ നമുക്ക് വെള്ളം പുറത്ത് ടാങ്കിൽ നിന്ന് കളയാനുള്ളൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരുകയാണ്. ഇതിപ്പോൾ ഞാനൊരു പൈപ്പിൽ നമ്മൾ ഒരറ്റം ഓസിൻ്റെ ഒരറ്റം പൈപ്പിൽ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരറ്റം ഞാൻ ടാങ്കിൽ, അതായത് മീനിൻ്റെ കുളത്തിലിട്ടുണ്ട്. അത് ഇച്ചിരി നല്ല ലെങ്തുള്ള ഇരിക്കണം, അതിലിട്ടുണ്ട്. അതിലിട്ടിട്ട് ഞാൻ പൈപ്പ് തുറന്നിട്ട് കൊടുക്കുമ്പം ഇതിനകത്ത് വെള്ളം, പൈപ്പിൽ നിന്നുള്ള വെള്ളം ഈ ടാങ്കിലേക്ക് വരും. ടാങ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ അവിടുത്തെ പൈപ്പ്, അതായത് നമ്മളിപ്പം ടാപ്പിൻ്റെ അടുത്തുള്ള പൈപ്പ് നമ്മൾ ലോക്കാക്കുക, അത് അടയ്ക്കാതെ വേണം അതിന് പിടിച്ച് ഊരിയിടാനുള്ളത്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഇതിപ്പോൾ കിണറിലെ വെള്ളം ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുകയാണ്. ഇറക്കിയിട്ട് നമ്മളത് ടാപ്പിൻ്റെ അടുത്തുനിന്ന് ഊരിയിടുമ്പം ടാപ്പ് ലോക്ക് ചെയ്യരുത്. അതായത് ടാപ്പ് ഓഫാക്കാതെ വേണം ആ ട്യൂബ് നമ്മൾ ഊരി താഴേക്ക് ഇടേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം തിരിച്ച് പാസ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് മോട്ടറില്ലെങ്കിൽ നമുക്കത് ഇതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാതെ നമ്മളിപ്പം പൈപ്പ് ഓണാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം പുറത്തേക്ക് ഇപ്പം ടാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഓഫാക്കരുത്, അത് അതുപോലെ തന്നെ വെച്ചിരിക്കണം. എന്നിട്ടാണ് ഊരിയിടേണ്ടത്. അടിയിൽ നിന്ന് ആ ഓസ് മാത്രം വലിച്ച് ഊരാവുള്ളേ. ഈ സൈഡിൽ നിന്ന് ഈ ഓസ് മാത്രം ഇളക്കി നമ്മൾ താഴോട്ട് ഇടണം. അപ്പോൾ അകത്തെ ടാങ്കിലെ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും.
അതായത് 2 മിനിറ്റെങ്കിലും അതിൽ വെള്ളം നമ്മൾ ഇറക്കുമ്പോഴത്തേ അല്ലെങ്കിൽ എയർ ബബിളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം പെട്ടെന്ന് കയറി വരത്തില്ല തിരിച്ച് വെളിയിലോട്ട്. അതിനുവേണ്ടി ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ വെള്ളം അകത്തേക്ക് ടാങ്കിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇപ്പം നിങ്ങളെ ഇത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ മാറ്റണം. ഈ വെള്ളം പിന്നെ ലോക്കാക്കാവുള്ളൂ, ഓഫാക്കാവുള്ളൂ. പിന്നെ ആ വെള്ളം പോകുന്നുണ്ടോ, ടാങ്കിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് വരും. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിനകത്തു നിന്നുള്ള വേസ്റ്റുകളുണ്ട് പോകുന്നത്. ഇപ്പം ഞാൻ വേസ്റ്റ് പിടിക്കാൻ ഇതിനകത്തുനിന്ന് ഒരു കുപ്പിയുടെ ഭാഗം ഞാൻ അത് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ അവർക്കുള്ള വിസർജ്യങ്ങളും അവർ കഴിച്ച വേസ്റ്റും ഫുഡും എല്ലാം കിടന്ന് എൻ്റെ മീനുകൾ കഴിച്ചിരിക്കുന്ന വേസ്റ്റ് വരാറില്ല. കാര്യം അവർക്കിപ്പോൾ നിങ്ങളെ കാണിച്ചല്ലോ, അവർ അപ്പോൾ തന്നെ കഴിച്ച് തീർക്കും. അപ്പോൾ അങ്ങനെ ഒരുപക്ഷേ ചില ദിവസം കഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റുകൾ അടിയിൽ പോയി അടിഞ്ഞിട്ടാണ് ഈ അമോണിയ ഫോം ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ അതിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സൈഡിലൊക്കെ കണ്ട അതിൻ്റെ അഴുക്കുകളാണ് വന്നിരിക്കുന്നത്. കാര്യം ഇവരെ വിസർജ്യത്തിനാണ് ഈ പോകുന്നതില്ല. അപ്പോൾ നമ്മൾ ആ കുപ്പിയുടെ ഇതുകൊണ്ടിട്ട് നമുക്ക് പിടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും പെട്ടെന്ന്. ഇല്ലെങ്കിലും ആ കുപ്പിയുടെ സൈഡ് നമ്മൾ ഘടിപ്പിച്ചില്ലെങ്കിലും ഈ ഓസിൻ്റെ അറ്റം നമ്മൾ എപ്പോഴും നമ്മൾ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡിലൊരു ചരിവാക്കിയാണ് വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സെൻറ്ററിലങ്ങനെ ഒരു കുഴിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് അതിലിട്ട് കൊടുത്ത് കറക്കുമ്പോൾ തന്നെ അതിലുള്ള വേസ്റ്റ് എല്ലാം നമുക്ക് പുറത്ത് കളയാൻ പറ്റും. ആ സ്ലെറി ഇപ്പം ഇത് നല്ലൊരു വളമാണ്. നിങ്ങൾക്ക് പച്ചക്കറികളും പിന്നെ എന്തെങ്കിലുമൊക്കെ താഴെ നട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇത് അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വളമാണ്. അതിൻ്റെ മുട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ പിടിച്ച് വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ല വളമാണിത്. അങ്ങനെ വേസ്റ്റാക്കി കളയരുത്. ഏറ്റവും നല്ല വളമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ടൈൽസിൻ്റെ സൈഡിൽ തന്നെ കറുത്ത കളറിലെ പാടായിട്ട് വന്ന് കിടക്കുന്നതെല്ലാം ഇവരെ വേസ്റ്റുകളിൽ പോകുന്നതാണ്. അതായത് ഇത് ഇങ്ങനെ ഒത്തിരി കിടക്കുമ്പോഴാണ് നമ്മൾ pHൻ്റെ അളവും കൂടിപ്പോകുന്നത്, മീൻ ചത്തുപോകുന്നത്, അമോണിയം ഫോം ചെയ്യുന്നത്. അമോണിയം ഫോം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒത്തിരി അഴുക്കൾ അതിനകത്ത് ഉള്ളിൽ നിന്നുള്ള പോകുന്നുണ്ടോ. അത് അവരുടെ വിസർജ്യങ്ങളാണ് ഈ പോകുന്നത്. എൻ്റെ മീൻ അവിടെ നിന്ന് കഴിക്കാത്ത ആഹാരങ്ങളൊന്നും അതിൽ കിടക്കാറില്ല, വേസ്റ്റായിട്ട് കിടക്കാറില്ല. അവരുടെ വിസർജ്യമാണ് ഈ പുറത്ത് പോകുന്നത്. ഇങ്ങനെ നമുക്കൊരു ഓസിട്ട് കുറേ ഒരു സൈഡിലോട്ട് ചരിവാക്കി നമ്മൾ വെച്ച് നമുക്ക് ഈ വേസ്റ്റ് എല്ലാം അവിടെ വന്ന് അടിയത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ച് കളയാൻ പറ്റും എടുത്ത്. കുറച്ച് വെള്ളം ഇതിനോടൊപ്പം പോകുള്ളൂ. നമ്മൾ കുറച്ച് നേരം നടിക്കുമ്പോൾ തന്നെ ആ സൈഡിൽ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ പിടിച്ച് കളയാൻ പറ്റും. എപ്പോഴും നമ്മൾ ഇതിൻ്റെ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ വേസ്റ്റ് കുറച്ചിങ്ങനെ പിടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അമോണിയൊന്നും കൂടത്തില്ല, വെള്ളത്തിന് സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല. ഈ വിസർജ്യവും നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ബാക്കി കൂടെ കിടന്ന് അഴുകുമ്പോഴാണ് വെള്ളത്തിൻ്റെ സ്മെല്ലും ഈ pHൻ്റെ അളവ് കൂടിപ്പോകുന്നതും അമോണിയം ഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു വൈകിട്ട് എപ്പോഴും സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇത് കണ്ട അതിനകത്തുള്ള വേസ്റ്റുകൾ അവരെ വിസർജ്യമാണ് ഈ പോകുന്നത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ഓസിട്ട് വേണമെങ്കിൽ നമുക്കത് കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മോട്ടർ വെച്ച് വെള്ളം മൊത്തം അടിച്ച് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളില്ല. ഇങ്ങനെ കുറച്ച് ചെയ്തപ്പം ബാക്കി നമ്മൾ പോരാത്ത കുറച്ച് വെള്ളം നമ്മൾ പുറത്ത് പോകും. ആ പോകുന്ന വെള്ളം നമ്മൾ തിരിച്ചടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടാങ്കിലെ വെള്ളം മൊത്തം മാറ്റേണ്ട കാര്യങ്ങളില്ല. എനിക്ക് ഈ സൈഡിലാണ് എൻ്റെ ടാങ്കിൻ്റെ ചരിവ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. സ്ലോപ്പ് ഒരു സൈഡിൽ, ഈ സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ മാത്രം നമ്മളത് കറക്കി കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വേസ്റ്റുകൾ മൊത്തം ഇങ്ങ് പുറത്ത് പോരും. നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ടാങ്കുകൾ, നമ്മൾ വീടുകളിലെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വെള്ളം വേസ്റ്റായി പോകും, എന്നാലും നന്നായിട്ട് നമുക്ക് ഇതുപോലെ പിടിച്ചെടുത്ത് വെളിയിൽ കളയാൻ പറ്റും. ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കുടിക്കുന്ന ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റുകളൊക്കെ നമുക്ക് അതിനകത്ത് കറുത്ത കളറിലെ പാടും അഴുക്കുകളൊക്കെ കാണൂലേ. അപ്പോൾ അത് നമുക്ക് വെള്ളം കലങ്ങാതെ നമുക്ക് ഇതേ മെത്തേഡിൽ പിടിച്ച് അതും പുറത്ത് നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ കറണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല, ഇലക്ട്രിസിറ്റി വെറുതെ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. കാര്യം നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എപ്പോഴും ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ചരിവ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സെൻറ്ററിൽ നമ്മളൊരു കുഴിയാക്കിയിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വേസ്റ്റുകളിൽ അരിച്ച് നടിയത്തേ ഉള്ളൂ. നമ്മൾ ഒരു സ്ഥലത്ത് സ്ലോപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഇത് വേസ്റ്റ് പിടിച്ച് കളയാൻ പറ്റത്തില്ല. ഇത് അതിൽ തന്നെ കിടക്കും. പിന്നെ വെള്ളം നമ്മൾ മൊത്തം മാറ്റിയിട്ട് വേണം പറ്റിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഇറക്കി കൊടുക്കേണ്ടി വരും. പുതിയ വെള്ളം നമ്മൾ വീണ്ടും നമ്മൾ ടാങ്കിലേക്ക് ഇറക്കേണ്ടി വരും. കാര്യം ഇല്ലെങ്കിൽ അത് അമോണിയം കൂടും, pHൻ്റെ അളവ് കൂടും, മീനെല്ലാം ചത്തുവും. ഒരു 10-20 ദിവസമൊക്കെ ആകുമ്പോൾ തനിയെ ഓരോന്ന് ഓടാൻ പറ്റാത്ത രീതിയിൽ അമോണിയം ഫോം ചെയ്യുമ്പോഴാണ് മീൻ അനങ്ങാനും ഒത്തിരി ചലനശേഷി കുറഞ്ഞു വരും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. കുറച്ച് വെള്ളം നമ്മൾ പോകും, ഒരു 4-5 ബക്കറ്റ് വെള്ളത്തോളം നമുക്ക് വെളി വേസ്റ്റായിട്ട് പോകും.
നമ്മളത് വെച്ച് കറക്കി അതുകൊണ്ട് നമ്മൾ ഈ ടാങ്കിൻ്റെ അറ്റത്ത് ഈ ഓസിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു സൈഡിൽ ഒരു കുപ്പിയുടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുപ്പിയുടെ പകുതി കട്ട് ചെയ്ത് കറക്റ്റ് കഴിഞ്ഞാൽ ഒത്തിരി തോനെ പെട്ടെന്നുള്ളത് അകത്ത് ഉള്ളിലേക്ക് കയറി വരും. ഇപ്പോൾ ഇത്രയും വേസ്റ്റുകളായി കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ. ഈ സൈഡിൽ ഈ വെള്ള കളർ മൊത്തം കിടക്കുന്നത് ഇതിൻ്റെ വേസ്റ്റുകളെ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ അതായത് അമോണിയം കൂടാതിരിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള സ്ലറികൾ വേസ്റ്റായിട്ട് വെക്കുന്ന അഴുക്കുകൾ എങ്ങനെ പുറത്തേക്ക് തള്ളി കളയാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു. അതിന് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ നമുക്ക് റോസിട്ട് നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്കിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ആഹാരം ഇട്ട് കൊടുത്ത് ഞാൻ 2 മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത്തിരി ആഹാരം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം വരാത്തതുകൊണ്ട് ഞാൻ വല കൈ വെച്ചിരിക്കുന്നത് അവർക്ക് കാണാൻ, വെള്ളത്തിൽ കൂടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് വന്നെടുത്ത് കഴിക്കാതെ ഇരിക്കുന്നത്. 2 മീനെ കൂടെ പിടിച്ച് നിങ്ങളെ കാണിക്കാലെന്ന് ഞാൻ നോക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ്, വരത്തില്ല ഇവർ. ഞാൻ മീൻ പിടിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം ഏകദേശമെങ്കിലും ഞാൻ പറ്റിച്ചിട്ടാണ് ഞാൻ മീൻ പിടിക്കാറുള്ളത്. കാര്യം അല്ലെങ്കിൽ ഇവരെ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. എടുത്താൽ വരത്തില്ല, നമ്മൾ എത്ര പിടിക്കാൻ നോക്കിയാലും അവരെ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഒരാളെ കിട്ടി. ഒരാളെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലിടാം. ഒരാളെ കൂടെ എനിക്കിപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട്. 2 പേര് ഞാൻ പിടിച്ച് ഇതിലിട്ടുണ്ട്, ചട്ടിയിലിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് കാണിക്കാണ്ട് പിടിച്ചാൽ ഒരു വിധത്തിൽ നമ്മൾ പിടിക്കാൻ നോക്കി കിട്ടത്തില്ല, കയ്യിൽ ഇവർ വരത്തില്ല. അല്ലെങ്കിൽ വെള്ളം മൊത്തം പറ്റിക്കണം. ഇത്രയും വെള്ളം പറ്റിക്കാൻ 4 ടാങ്ക് വെള്ളത്തിനുണ്ട്. അതായത് 2000-2500 ലിറ്റർ വെള്ളം അതിൽ കിടക്കുകയാണ്. അപ്പോൾ അത് വെറുതെ അത്രയും പറ്റിച്ച് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ കോരിയെടുക്കാൻ നോക്കിയത്. ഭയങ്കര ചാട്ടമാണ്. ഇപ്പം നോക്കിക്കോളാം, ചട്ടിയിലിട്ട് ഞാൻ വറക്കും കൊണ്ടുപോയി. അടങ്ങിയിരിക്കത്തില്ല, ഭയങ്കര കുരുത്തക്കേടാണ്. നമ്മൾ പിടിക്കാൻ ചിലപ്പം മോൾ ഭാഗത്ത് ചിറക് വിടർത്തി വയ്ക്കും നമ്മളെ കയ്യിൽ കൊണ്ട് കയറാനായിട്ട്. അടങ്ങിയിരിക്കുക കുട്ടന്മാരെ. ഇവർ ആൺമീനാണ് ഇത് രണ്ടും. ആണും പെണ്ണിനെ നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റും. ഇവർ രണ്ടും ആണാണ്. രണ്ട് മീനും ആണാണിത്. പിടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പിടിച്ചെടുക്കുമ്പോൾ തെന്നിപ്പോവും. എടുത്ത് നമ്മൾ സൈഡിൽ ഒതുക്കി വെച്ച് അനങ്ങാതെ ഇങ്ങനെ കിടക്കും. ചിലപ്പം ചാടി കളയെടുത്ത്. ഇപ്പോൾ 5 മിനിറ്റോളം കഴിഞ്ഞ് എടുത്ത് പുറത്തിട്ടിട്ട് അവരെ കൈയുടെ ഒരു വലിപ്പത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ആ മുകളിലത്തെ ചെറു വിടർത്തി വയ്ക്കുന്നുണ്ട്, കുത്തിത്തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കയ്യിൽ. ടാങ്കിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക അവരെ ഉപദ്രവിക്കണ്ട. ഒന്നത്തിനെ പിടിച്ചെടുത്ത് നോക്കാം. കയറാൻ വലിയ പാടാ, വരത്തില്ല അവർ. വല വലിയ ആളിനെ പിടിച്ചു പിടിച്ചാണ് വല അങ്ങ് ചള്ളായി പോകുന്നത്. സൈഡ് അത്രയും പൊട്ടി പോകുന്നുണ്ട്. ഇനി വീണ്ടും വലിയ സൈസ് വല ഉണ്ടായിരുന്നു. ആദ്യമേ കിടന്നൊക്കെ ഭയങ്കര വെയിറ്റുള്ളതായപ്പോഴേ അതെല്ലാം വിട്ടുവിട്ട് പോകുന്നതിന് അവരെടുക്കുമ്പം. ഞാൻ വീണ്ടും അടുത്ത ദിവസമാണ് ഇപ്പോൾ അടുത്ത ഒരാളെ കൂടെ പിടിച്ച് നിങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം ഞാൻ ഇപ്പോൾ ഒരാളെ കിട്ടി, അയാളെ കൂടെ എടുത്ത് ഞാൻ കാണിക്കാമെന്ന് കരുതി. വലുത് കിടപ്പുണ്ട്, ഉള്ളിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് കൈ കിട്ടത്തില്ല. അവർ പിടിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ നേരത്തെ. ഇനി നമുക്കൊരു മീനെ ഇത് പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ വലയിട്ടൊന്ന് കോരിയപ്പം ഒരെണ്ണത്തിനാണ് കിട്ടിയത്. അപ്പോൾ നമ്മളെ കൈപ്പത്തിയുടെ അത്രയും ലെങ്തായിട്ടുണ്ട് അതിന്. ഒരു 2-3 മാസം കൂടെ കഴിയുമ്പോൾ ഇവരെ നന്നായിട്ട് നമുക്ക് കൊടുക്കാനുള്ള പരുവാകും. ഭയങ്കര അഹങ്കാരികളാണ് ഇവരെല്ലാം. പിടിച്ചാൽ കിട്ടത്തില്ല കയ്യിലൊന്നും നമുക്ക്. ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആൾ. 1-2 എണ്ണത്തിൽ കൂടെ ഞാൻ പിടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം നന്നായിട്ട്.
ഈ ടാങ്കിലുള്ള വെള്ളം മൊത്തം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കിണറിൻ്റെ സൈഡിൽ എവിടെയാണ് നമുക്ക് ഈ വെള്ളം അരിച്ച് കിണറിലോട്ട് നമുക്ക് പോകും എന്നും പറഞ്ഞ് കിണറ്റിലെ വെള്ളത്തിന് വാടയോ നാറ്റോ ഒന്നും വരത്തില്ല. നന്നായിട്ട് തന്നെ ആ വെള്ളം ഫിൽറ്റർ ചെയ്താണ് നമുക്ക് അടിയിലേക്ക് പോകുന്നത്. കിണറിലപ്പോൾ വെള്ളം നമുക്ക് ഉണക്ക സമയത്ത് നിങ്ങൾക്ക് ഈ വെള്ളം ഇങ്ങനെ മാറ്റാനുള്ള ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളത് കുറച്ച് വേറെ അഡീഷണൽ 2 ടാങ്ക് നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ടാങ്കായാലും രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് മണൽ കടപ്പുറത്ത് നിന്ന് മണൽ കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ മണലിട്ടിട്ട് ഈ വെള്ളം ഇതിലേക്ക് അടിച്ച് 2 ദിവസം ഇട്ടിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ വെള്ളം ഇതിനകത്തുള്ള വേസ്റ്റുകളും എല്ലാം ഇതിൽ വെള്ളത്തിലടിഞ്ഞിട്ട് നല്ല വെള്ളമായിട്ട് നമുക്ക് പുറത്ത് മുകളിൽ നിന്ന് നമുക്ക് തിരിച്ച് ടാങ്കിലേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ മീൻ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞു തന്നത്. മാക്സിമം നമ്മളെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.